LDF ജയിച്ചാലും UDF ജയിച്ചാലും രണ്ട് കൂട്ടരുടെയും MP-മാർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഡൽഹിയിൽ അവരെടുക്കുന്ന നിലപാട് എന്ത് എന്നുള്ള കാര്യത്തിൽ തർക്കമോ സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം, അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒരു മുന്നണിയോട് അതിൽ മാത്രം ചേരാൻ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഇപ്പോൾ UDF-ന് 20 മണ്ഡലങ്ങളിലും നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ 20 മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് സംഘടനാ സംവിധാനമുണ്ടല്ലോ. UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണമോ, സ്വന്തം നിലയ്ക്കുള്ള പ്രചരണമോ, അല്ലെങ്കിൽ നിലവിലെ UDF പ്രചരണത്തിൽ പങ്കാളികളാകുന്ന പ്രവർത്തനമോ നടത്തുമോ? ആദ്യമായിട്ട് സന്ദീപ് വാര്യരോട് മറുപടി പറയാനുണ്ട്. സന്ദീപ് വാര്യർ പന്നിപ്പടക്കം പൊട്ടിയിട്ട് പാലക്കാട് ജില്ലയിൽ ഒരു ആന ചരിഞ്ഞപ്പോൾ അത് മലപ്പുറത്താന്ന് പറഞ്ഞതിനൊരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ച മഹാനാണ് ഈ സന്ദീപ് വാര്യർ. അദ്ദേഹം ഇപ്പോൾ പേടിപ്പിക്കുകയാണ്. നിരോധിക്കും, ജയിലിലടക്കും, തീഹാർ ജയിലിലടക്കും, ED വരും, അന്വേഷണം വരും, UAPA ചാർത്തും. 2014 മുമ്പ് ലക്ഷണമൊത്ത ഭീകരപ്രവർത്തനം നടത്തിയ അധികാരത്തിൽ കയറിയ ആളുകൾ ഇന്ന് ED-യെ കാണിച്ച്, അന്വേഷണ ഏജൻസിയെ കാണിച്ച്, ജയിൽ കാണിച്ച്, നിരോധനം കാണിച്ച് ഭയപ്പെടുത്തുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല. 2 മുഖ്യമന്ത്രിമാർ ജയിലിലടച്ചിരിക്കുന്നു, രാജ്യസഭാംഗത്തെ ജയിലിലടച്ചിരിക്കുന്നു. ദില്ലിയിലെ 2 മന്ത്രിമാർ നേരത്തെ ജയിലിലാണ്, അടുത്ത 3 മന്ത്രിമാർ ജയിലിൽ അടക്കാൻ പോകുന്നു. ഇനി ഈ തീവ്രവാദ ഭീകരവാദ ആരോപണം ഞങ്ങൾക്ക് നേരെ മാത്രമാണോ? BJP-യുടെ നാഷണൽ സെക്രട്ടറിയാണ് അനിൽ ആൻ്റണി. അദ്ദേഹം മിനിഞ്ഞാന്ന് പത്രക്കാരോട് പറഞ്ഞെന്താണ്? കോൺഗ്രസ് രാജ്യവിരുദ്ധ സംഘടനയാണെന്നാണ് പറഞ്ഞത്. ആ ആൻ്റണിയുടെ മകനാണ് പറയുന്നത് 55 വർഷം നാട് ഭരിച്ച കോൺഗ്രസ് രാജ്യവിരുദ്ധ സംഘടനയാണെന്ന് പറയുന്നത് ആരാണ്? അവരുടെ നാഷണൽ സെക്രട്ടറിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഭീകരവാദ ആരോപണം, തീവ്രവാദ ആരോപണം, വർഗീയ ആരോപണം ഉന്നയിക്കാൻ ഒരർഹതയുമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ലക്ഷണമൊത്ത ഭീകരവാദ പ്രവർത്തനം നടത്തി മാത്രം അധികാരത്തിൽ കയറിയവരാണ് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് UDF-നെ മാത്രം പിന്തുണക്കുന്നതാണ്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഏറ്റവും പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ LDF-നെ പച്ചയ്ക്ക് പിന്തുണക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല നിലനിൽക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനം കഴിഞ്ഞ 1ാം പിണറായി സർക്കാർ മുതൽ ഇതുവരെ ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനങ്ങൾ പോലീസ് സംവിധാനത്തിൽ തുടരെ ഉണ്ടാവുകയാണ്. AKG സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ പിണറായി എന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിൽ നിന്നോ അല്ല, മാരാർജി ഭവനിൽ നിന്ന് നിയന്ത്രിക്കുന്ന പോലീസ് സംവിധാനമാണ്. 1-2 ഉദാഹരണം പറഞ്ഞു തരാം. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഈരാറ്റുപേട്ടയിലുണ്ടായൊരു സംഭവം, 17-18 വയസ്സായ കുട്ടികളെ 307 കേസ് ചാർജ് ചെയ്താണ് ജയിലിലടച്ചത്. വധശ്രമത്തിന് കേസെടുക്കുകയാണ്. മാക്സിമം പണിഷ്മെൻ്റായിട്ട് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റം ആ കുട്ടികൾ ചെയ്തുവോ? 27 കുട്ടികൾ, പ്രായപൂർത്തിയാവാത്തവർ. എന്നിട്ട് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയാണ് അവർ തെമ്മാടിക്കൂട്ടങ്ങളാണെന്ന്. കേസ് പെറ്റി കേസായി മാറ്റി, പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പരാമർശം പിൻവലിച്ചില്ല. ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. പിന്നെ 1ാം പിണറായി സർക്കാർ ആരെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേശകനായി, പോലീസ് ഉപദേശകനായി വെച്ചത്? ശ്രീവാസ്തവയാണ്. ആരാണ് ശ്രീവാസ്തവ? എനിക്കൊരു മുസ്ലിം ബാസ്റ്റേഡിൻ്റെ ഡെഡ് ബോഡി കാണണമെന്ന് പാലക്കാട് വർഷങ്ങൾക്ക് മുമ്പ് ഏകതാ യാത്രയിൽ വിളിച്ചു പറഞ്ഞ, വയർലൈൻ സന്ദേശം കൊടുത്ത ശ്രീവാസ്തവ അന്ന് വെടിവെപ്പുണ്ടായിട്ട് മൂക്കിലൂടെ കയറിയ വെടിയുണ്ടയാണ് സിറാജ് നിസ എന്ന 11-കാരിയുടെ തലയോട്ടി തകർത്ത് പുറത്തേക്ക് പോയത്. ആ ശ്രീവാസ്തവയാണ് ആര് വെക്കുന്നത്? നമ്മുടെ പിണറായി വിജയൻ ഉപദേശകനായി വെക്കുന്നത്. ധാരാളം കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ട്. പോലീസിന്റെ ന്യൂനപക്ഷ വിരുദ്ധ, ദളിത് വിരുദ്ധ, ന്യൂനപക്ഷ വിരുദ്ധനാണ്, അതുകൊണ്ട് UDF-നാണ് വോട്ട്. ഓക്കെ.